അതേട്ടാ ആ നോക്കട്ടെ. 1/2 കിലോ ഉള്ളി, ഉള്ളി, 1/2 കിലോ ഉരുളക്കിഴങ്ങ്. സഞ്ചി 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 ഇല്ലേട്ടാ, സഞ്ചി എടുക്കേണ്ട വന്നിനി. ഇടുന്ന പാക്കറ്റ് ഒന്നും കൊടുക്കൂല. പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ ഞാൻ കള്ളാസ് കെട്ടിത്തരാം, അത്ര ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ ഒരു കാര്യം, നിങ്ങൾ കെട്ടി തന്നെ കൊണ്ടുപോയിക്കോളാം കേട്ടോ. അത് പ്രശ്നമില്ല. ആ ശരി. ശരി ഏട്ടാ. നന്നായി. എന്ത് അമ്മപ്പാണ് വടച്ചോനെ, പണിയായി. എല്ലാം താഴ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പേ ഭാര്യ പറഞ്ഞിനി, സഞ്ചി എടുത്തിട്ട് പോടൂ പോടൂ പോടൂ. വേടെ കേൾക്കാൻ ഇതാ പറഞ്ഞ് ഇടക്കെങ്കിലും ഭാര്യമാർ പറയുന്നതൊക്കെ ഒന്ന് അനുസരിക്കണം എന്നുള്ള കാര്യം. ഇതാ പറഞ്ഞു വീണില്ലേ, തക്കാളിയും പോയി, ഉരുളക്കിഴങ്ങും പോയി, വെള്ളരിക്ക കിടക്കുന്ന കിടപ്പോക്ക്. എൻ്റെ ചേട്ടാ, നിങ്ങൾ ആടെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അതായത് നമുക്ക് സഞ്ചി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് പ്രശ്നം. സമൂഹത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഏത് കടയിൽ പോയി കഴിഞ്ഞാലും സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പം ഒരു സഞ്ചി കൊണ്ടുപോവുക. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ തുണിസഞ്ചി കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ സഞ്ചി കൊണ്ടുപോവുക. കാരണം ഒരു കാരണവശാലും നമുക്ക് ക്ലാസ് പേപ്പറിൽ പോന്നിട്ട് അല്ലെങ്കിൽ ക്ലാസ് പേപ്പർ സഞ്ചിയിൽ സാധനം തരാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പിഴ 1000കണക്ക് ഉറുപ്പിയാണ്. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ സഞ്ചിയായിട്ട് വരികയാണെങ്കിൽ സഞ്ചിയിൽ ഇട്ട് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നമ്മുടെ കടലാസ് പോന്നി തരും, പക്ഷേ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമോ? താഴെ വീഴും. അതുകൊണ്ട് നിങ്ങളുടെയും ആവശ്യമാണ്, നമ്മളുടെ ആവശ്യമാണ്. അതുകൊണ്ട് സഞ്ചിയായിട്ട് മാത്രം സാധനം വാങ്ങിക്കാൻ വേണ്ടി വരിക. എന്തായാലും പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ, ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പം എങ്ങനെ, വീണ്ടും കാണാം. എത്രയാ തക്കാളി? 1/2.